നമുക്കറിയാം ഏറ്റവും വലിയൊരു ഐതിഹാസിക പോരാട്ടം ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ചരിത്രപരമായിട്ട് നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ വന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വരിക കാണുക എന്നുള്ളത് ഏറ്റവും വലിയ ആവേശം നൽകുന്ന ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന് തെളിഞ്ഞിരിക്കുന്നു. അഭിജിത്ത് ദീപ്കെ ആരംഭിച്ച തൊടുത്തിവിട്ട സമരം സോനം വാങ്ചുക്ക് എൻ്റെ നിരാഹാര സമരത്തിലൂടെ ആളിക്കത്തി ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പോരാട്ടമായി അത് മാറി. എല്ലാ ഏകാധിപതികൾക്കും എക്കാലവും തിരിച്ചടി ഉണ്ടാവും. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അനുഭവം തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടത്തിനും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കേന്ദ്ര സർക്കാരിനോട് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 3 ഉപാധികൾ അത് അംഗീകരിച്ചതോടുകൂടിയാണ് സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ മേദാന്ത ആശുപത്രിയിൽ തുടർ ചികിത്സകൾക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. അല്പസമയത്തിനകം തന്നെ രാജ്ഘട്ടിലേക്ക് എത്തും. രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിലേക്കാണ് സോനം വാങ്ചുക്ക് എത്തി. ഇവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമായിരിക്കും തൻ്റെ പ്രതിഷേധം അവസാനിപ്പിച്ചതായി അറിയിക്കുകയും ചെയ്തതെന്നാണ് നിലവിൽ സോനം വാങ്ചുക്ക് അറിയിക്കുന്നത്. എന്തായാലും സോനം വാങ്ചുക്കിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒന്നടങ്കം എത്തിയിരിക്കുകയാണ്. SFI ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധം അതൊരു വലിയ വിജയത്തിലേക്ക് എത്തിയിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SFI ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് ദില്ലിയിൽ ഒരു വലിയ വിജയ സമരം തന്നെ ഒരു പ്രതീകാത്മക സമരം തന്നെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സോനം വാങ്ചുക്കിനെ സന്ദർശിക്കാനിടത്തി. സോനം വാങ്ചുക്ക് അല്പസമയത്തിനും തന്നെ എത്തും. അദ്ദേഹത്തിന് പിന്തുണ അതാണോ ഡിവൈഎഫ്ഐ? അതെ, ഞങ്ങൾ ഇവിടെ വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ വരുന്ന കാര്യം അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും വലിയൊരു ഐതിഹാസിക പോരാട്ടം ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള. ഞങ്ങൾ പല ജില്ലകളുണ്ട്, ഡിവൈഎഫ്ഐക്കാരാണ്. മലപ്പുറം ഉണ്ട്, കാസർഗോഡ് ഉണ്ട്, ആലപ്പുഴയുണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ പലരും പല സൈഡിലുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ വളരെ ഐതിഹാസികമായിട്ടുള്ളൊരു പോരാട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ചരിത്രപരമായിട്ട് നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ വന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വരിക കാണുക എന്നുള്ളത് ഏറ്റവും വലിയ ആവേശം നൽകുന്ന ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. സോനം വാങ്ചുക്കിൻ്റെ സമരത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? ഐതിഹാസികമായ സമര പോരാട്ടമാണ്. നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ എന്നിരുന്നാലും നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നേരിട്ട് കണ്ട ഒരു അഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിനാണ് കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു വലിയ വിജയാഘോഷം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സോനം വാങ്ചുക്കിൻ്റെ ഒരു സമരം, അവിടെ നിന്നുള്ള പോലീസ് നടപടിയാണ് ഇത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചെത്തുകയാണ്. വലിയ സന്തോഷമുണ്ട് ഈ സമരം വലിയ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞതിൽ. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന് തെളിഞ്ഞിരിക്കുന്നു. അഭിജിത്ത് ദീപ്കെ ആരംഭിച്ച തൊടുത്തിവിട്ട സമരം സോനം വാങ്ചുക്ക് എൻ്റെ നിരാഹാര സമരത്തിലൂടെ ആളിക്കത്തി. രാജ്യത്തെ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും രാജ്യത്തെ ഇടതുപക്ഷ യുവജന സംഘടനകളും DYFI അടക്കമുള്ള യുവജന സംഘടനകളും എല്ലാം അതിനെ പിന്തുണച്ച് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പോരാട്ടമായി അത് മാറി. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലൂടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലുത് ജനങ്ങൾ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എല്ലാ ഏകാധിപതികൾക്കും എക്കാലവും തിരിച്ചടി ഉണ്ടാവും. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അനുഭവം തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടത്തിനും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്, വിദ്യാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത്. സോനം വാങ്ചുക്കിന് പിന്തുണ അത് കൂടുതൽ നൽകുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഇതുപോലെ ഇപ്പോൾ തങ്ങളുടെ കൊടിയുമായി എത്തുകയാണ്. രാജ്ഘട്ടിന് മുന്നിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ സോനം വാങ്ചുക്ക് ഇവിടെ എത്തും. അതിന് പിന്തുണയുമായി ഡിവൈഎഫ്ഐയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇന്ന് വൈകിട്ട് വലിയൊരു വിജയാഘോഷം ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയും ചെയ്തത്. സോനം വാങ്ചുക്ക് ഇവിടെ എത്തുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിന്തുണ തങ്ങൾ പറയുന്നതെന്നും ഇവർ ഓരോരുത്തരും പറയുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ് ഇൻ റിപ്പോർട്ടർ ദില്ലി.